Okay, Latif, now I need to tell you one thing. When I speak English, do you have any difficulty to understand? This is my question. You have to answer. I will repeat this question again. When I speak in English to you, do you have any difficulty to understand my English? പിടികിട്ടിയോ ഞാൻ ചോദിച്ചത്? ആ പിടികിട്ടിയില്ല. എന്നാ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ പിടികിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. വെൻ ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ നിങ്ങളോട് ഇംഗ്ലീഷ് പറയുമ്പോൾ ഡു യു ഫൈൻഡ് എനി ഡിഫിക്കൽട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്നാണ്. ഡു യു ഫൈൻഡ് എനി ഡിഫിക്കൽട്ടി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോ ഞാൻ ഇംഗ്ലീഷ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടത് എന്താണെന്നറിയാമോ? ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, ക്യാൻ യു റിപ്പീറ്റ്, അങ്ങനെ ചോദിക്കണം. ക്യാൻ യു റിപ്പീറ്റ്, ഇതൊന്ന് പറയാമോ? ഈ സെന്റൻസ് ഒന്ന് പഠിച്ചു വെച്ചോ. ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, ക്യാൻ യു റിപ്പീറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ആ പറഞ്ഞു തരുന്നത് അങ്ങനെ ഓക്കെ, അത് ഗ്രാസ്പ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അതാണ് അതിന്റെ ബ്യൂട്ടി. അപ്പൊ ഒന്നുകൂടെ പറയണം. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക്, ഞാൻ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ സെന്റൻസ് ഒന്നും കൂടെ പറയണം. ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, ക്യാൻ യു റിപ്പീറ്റ്. ഒന്നും കൂടെ ചോദിക്കും. ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, ക്യാൻ യു റിപ്പീറ്റ്. അതൊരു രീതിയാണ്. ഇനി ഞാൻ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഓക്കേക്ക് മനസ്സിലായില്ലെങ്കിൽ പറയാൻ പല രീതികളുണ്ട്. ഇതിലൊന്ന് ആയിട്ടുണ്ട്. ഇനി വേറൊരു രീതി പറയാം. എനിക്ക് പിടികിട്ടിയില്ല എന്ന് മലയാളത്തിൽ പറയുന്നതിന് ഇംഗ്ലീഷിൽ പറയേണ്ടത് എന്താന്ന് വെച്ചാൽ ഐ ഡിഡിൻ ഗെറ്റ് എന്നാണ്. ഐ ഡിഡിൻ ഗെറ്റ്. അത് ഈ ഐ ഡിഡിൻ ഗെറ്റ് എന്ന് പറയുന്നത് ഐ ഡിഡ് നോട്ട് ഗെറ്റ് എന്നാണ്. എനിക്ക് കിട്ടിയില്ല എന്ന്. ഐ ഡിഡ് നോട്ട് ഗെറ്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ഐ ഡിഡിൻ ഗെറ്റ്. അപ്പൊ അതാണ് നമ്മൾ പറയേണ്ടത്. ഒരാള് നമ്മളോട് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഇത് തന്നെ പറഞ്ഞോളണം. ഞാൻ ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടി അത് എന്നിട്ട് കേട്ടിട്ട് ആവർത്തിച്ച് പറയണം. ഐ ഡിഡിൻ ഗെറ്റ്. ഇത്ര പറഞ്ഞാൽ മതി. ഐ ഡിഡിൻ ഗെറ്റ്. പറഞ്ഞു. ഐ ഡിഡിൻ ഗെറ്റ്. ഐ ഡിഡിൻ ഗെറ്റ്. ക്യാൻ യു റിപ്പീറ്റ്. ഐ ഡിഡിൻ ഗെറ്റ്, ക്യാൻ യു റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ മതി അല്ലേ? മതി. 3 പ്രാവശ്യം വേണമെങ്കിൽ പറഞ്ഞു. ഓർക്കാൻ വേണ്ടിയിട്ടാ, മനസ്സിൽ ഓർക്കാൻ. ഐ ഡിഡിൻ ഗെറ്റ്, ക്യാൻ യു റിപ്പീറ്റ്. ഐ ഡിഡിൻ ഗെറ്റ്. യെസ്. ക്യാൻ യു റിപ്പീറ്റ്. ഐ ഡിഡിൻ ഗെറ്റ്, ക്യാൻ യു റിപ്പീറ്റ്. ഇതാണ് ചോദിച്ചത്. വെരി ഗുഡ്. ഐ ഡിഡിൻ ഗെറ്റ്, ക്യാൻ യു റിപ്പീറ്റ്. ഇനി ഇതൊരു താളത്തിൽ ചോദിക്കണം. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് എപ്പോഴും ഒരു ഈണമുണ്ട്. ഈണം അല്ലെങ്കിൽ താളം അല്ലെങ്കിൽ ട്യൂൺ ഉണ്ട്. I didn't get it, can you repeat? I didn't get it, can you repeat? അങ്ങനെ താളം. Can you repeat? Yes. I didn't get it. ഭയങ്കര എളിമയുള്ളവരാണല്ലേ ഇംഗ്ലീഷില്? അവർക്ക് എപ്പോഴും വളരെ എളിമയോടെ അവർ സംസാരിക്കുള്ളൂ. എളിമ എന്നുള്ള വാക്ക് പൊളൈറ്റ്നെസ് എന്നാണ് പറയുന്നത്. പൊളൈറ്റ്നെസ്, എളിമ. അവര് എളിമ ചേർത്തേ സംസാരിക്കുള്ളൂ. നമ്മളെ ചീത്ത പറയുകയാണെങ്കിലും ആ പറയുന്നതിന് ഒരു എളിമ ഉണ്ടാവും അവർക്ക്. നമ്മുടെ നേരെ ആക്രോശിക്കുകയാണെങ്കിലും വളരെ പൊളൈറ്റ് ആയിട്ട് ആക്രോശിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതെന്തെങ്കിലും ആവട്ടെ. അപ്പോ നമുക്ക് ചോദ്യം ചോദിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇതാണ് പറയേണ്ടത്. ഇനി എന്താണ് വേറെ ഒരു 1-2 വാചകങ്ങളും കൂടെ നമുക്ക് പഠിച്ചു വെക്കാം. ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, ക്യാൻ യു റിപ്പീറ്റ്. ഐ ഡിഡ്ന്റ് ഗെറ്റ്, ക്യാൻ യു റിപ്പീറ്റ്. രണ്ട് വാക്കല്ലേ? 2 രീതികൾ പഠിച്ചു വെച്ചു. 2 രീതികളും മനസ്സിലായില്ലെങ്കിൽ ഇത് 2 പറഞ്ഞു. അതിന്റെ രസം. ഓക്കെ. വേറെ ഓക്കെയുടെ ഒരു പ്രത്യേകത പറഞ്ഞു തരുന്നത് അപ്പൊ തന്നെ അത് ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്. ഗ്രാസ്പ് എന്ന് പറഞ്ഞാൽ അബ്സോർബ് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കി എടുക്കും. ഇത് 2 ആയതുകൊണ്ട് നമുക്ക് അതിൽ നിൽക്കും. ഇത് 2 അവിടെ നിൽക്കൂല. അതുപോലെയുണ്ട്. ഈ ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഒരേ കാര്യം തന്നെ പല തരത്തിൽ പറയാം. മനസ്സിലായോ? ഇപ്പൊ കുറെ ചെറിയ ഷോർട്ട് വീഡിയോസ് വരുന്നുണ്ട്. അതിലൊക്കെ ഒരു കാര്യം തന്നെ 5-6 തരത്തിൽ പറയുന്നുണ്ട്. നമുക്കതിൽ ഇഷ്ടപ്പെട്ടത് എടുക്കാം. അങ്ങനെയാണ്. ഇനിയിപ്പോ വേറെ എന്താ പറയേണ്ടത്?
അപ്പൊ ഇന്ന് ഈ ഒരു കാര്യം മാത്രം പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാര്യം പറയാം. അപ്പൊ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മതി, ഇത്ര മതി എന്ന് മാമുക്കോയ പറഞ്ഞ പോലെ. ഐ ഡിഡിൻ ഗെറ്റ് അല്ലേ? ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. പ്ലീസ് റിപ്പീറ്റ്. പ്ലീസ് റിപ്പീറ്റ് എന്ന് പറയണ. ക്യാൻ യു റിപ്പീറ്റ്? ക്യാൻ യു റിപ്പീറ്റും പറയാം, പ്ലീസ് റിപ്പീറ്റും പറയാം. ഓക്കെ. പിന്നെ ഐ ഡിഡിൻ ഗെറ്റ് എന്ന് പറയുന്നതിന് വേറൊരു രീതിയും കൂടെ ഉണ്ട്. പാർഡൻ. പാർഡൻ എന്ന് പറഞ്ഞാല് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ പറയാനാണ് പാർഡൻ. ക്ഷമിക്കൂ എന്നാണ് അതിന്റെ അർത്ഥം, വാക്കിന്റെ അർത്ഥം. പക്ഷെ പറഞ്ഞത് ഇല്ലെങ്കിൽ പാർഡൻ എന്ന് പറയും. പാർഡൻ എന്നാണ് അതിന്റെ പാർഡൻ. പാർഡൻ PARDON പാർഡൻ. ഇന്ത്യക്കാർ സംസാരിക്കുമ്പോ ഇറൊക്കെ നല്ല ശബ്ദത്തിൽ പറയും. പക്ഷെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷിൽ ആ അധികം വരില്ല. പാർഡൻ, പാർഡൻ മീ, പാർഡൻ മീ, പാർഡൻ മീ. ഒരാൾ പറയണത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ പറയാം, പാർഡൻ മീ എന്ന് പറയാം. ഇംഗ്ലീഷുകാരൊക്കെ അമേരിക്കക്കാരൊക്കെ പറയുമ്പോ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ കാണിച്ചിട്ടൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. I could not English. I could not understand. Can you repeat? അങ്ങനെയൊക്കെ ചോദിക്കണ കേൾക്കാം. പറഞ്ഞതാ ഇംഗ്ലീഷുകാരുടെ സ്റ്റൈൽ എന്ന് പറഞ്ഞേ. I could not understand. Can you repeat? I could not English. I could not understand. Can you repeat? കലക്കി ഉഗ്രം മിമിക്രിയാണല്ല. നമ്മള് ചെറുപ്പം പോലെ ഇംഗ്ലീഷ് സിനിമ കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര കൊതിയാറുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല, നമ്മൾ ഇംഗ്ലീഷ് ആണെന്നും പറഞ്ഞ് പറയും ഇതൊക്കെ. അന്ന് ചെറുപ്പത്തിലെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചതിന് ശേഷം ഇംഗ്ലീഷ് ആ സ്റ്റൈലിൽ പറയണം. മനസ്സിലായോ? ഇപ്പൊ ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, ക്യാൻ യു റിപ്പീറ്റ്? അതൊന്ന് പറഞ്ഞ ഇംഗ്ലീഷുകാരുടെ സ്റ്റൈലിൽ എനിക്കൊന്ന് കേൾക്കണം ഒന്നുകൂടെ. I could not English. I could not understand. Can you repeat? ഇനിയും പറ, ഒരു പ്രാവശ്യം പറ, കേക്കട്ടെ. I could not understand. Can you repeat? വെറുതെ ഇങ്ങനെ ചേഷ്ടകളൊക്കെ കാണിക്കാറുണ്ട്. എന്തിനാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അവര് ഇംഗ്ലീഷുകാർ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, ഷോൾഡർ കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കും. I could not understand. Can you repeat? അങ്ങനെ കാണിക്കാനോ. ഇംഗ്ലീഷ് സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചുകൊണ്ട് പോകും കേട്ടാ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. സൗണ്ട് അത് പറഞ്ഞിട്ട് ഒരു സാൻഡ്വിച്ച് എടുത്തിട്ട് ഇങ്ങനെ രണ്ട് കൈക്ക് ഇങ്ങനെ കടിക്കും. അങ്ങനെയൊക്കെയാണ് അവരുടെ സ്റ്റൈല്. ഒക്കെ ഉണ്ട്. നമുക്ക് ആ സ്റ്റൈലിലൊക്കെ പറയണമെന്നേ. ആദ്യം ഇംഗ്ലീഷ് പറയാൻ പഠിച്ചിട്ട് we can speak in that style. I will also speak English in that style. Okay. I will try. Okay, thank you. Yes, I want Mr. Okay Latif, you have to speak beautiful English. After that, I will also speak American English and British English. Okay. Wow, thank you. ഇന്നത്തേക്ക് ഇത് മതി, നിർത്തട്ടെ. ഓക്കെ, നന്ദി.